തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നാടിനെ നടുക്കി വൻ അഗ്നിബാധ. റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് തീപിടിച്ചത്. രാവിലെ നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തീ അടുത്തുള്ള മരത്തിലേക്കും പടർന്നിട്ടുണ്ട്. 600-ലധികം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ ഗേറ്റിനടുത്തായാണ് തീപിടിച്ചത്. ആദ്യം 2 ബൈക്കുകൾക്ക് തീപിടിക്കുകയും പിന്നീട് അത് പടർന്നു എന്നാണ് വിവരങ്ങൾ. രണ്ടാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർത്തിയിട്ടിരുന്ന എഞ്ചിനും കത്തി. എഞ്ചിൻ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേന സംഭവ സ്ഥലത്ത് എത്തി. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാർക്കിങ്ങിലാണ് തീ പടർന്നത്. 100-ലേറെ ബൈക്കുകൾ കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീപിടുത്തത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. ആദ്യം ഇലക്ട്രിക് വാഹനത്തിനാണ് തീ പിടിച്ചത് എന്ന് സംശയമുണ്ട്. ഈ മേഖലയിലാണ് ഏറ്റവും അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഏകദേശം 500-ലധികം ബൈക്കുകളാണ് എല്ലാ ദിവസവും ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. പാർക്കിംഗ് ഷെഡിലുള്ള വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചേക്കുമെന്നാണ് കരുതുന്നത്. രാവിലെ 6:45-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. വാഹനങ്ങളിലൊക്കെ ഇന്ധനം ഉള്ളതിനാൽ തീ അണയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആളുകൾക്ക് അപകടമുണ്ടായതായി റിപ്പോർട്ടില്ല. പാർക്കിംഗ് ഷെഡിനുള്ളിൽ തീ ആളിപ്പടർന്ന അവസ്ഥയിലാണ്. സമീപത്തെ മരത്തിലേക്ക് വരെ തീ പടർന്നു. തീപിടുത്തത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചേക്കും. തീ ഇത്രയും വലിയ തോതിൽ പടർന്നതിന് കാരണം റെയിൽവേ പാർക്കിംഗിന്റെ അനാസ്ഥയാണ് എന്നാണ് ആരോപണം. ആദ്യം ചെറിയ തോതിലാണ് ഒരു ബൈക്കിൽ തീപിടിച്ചത്. ആ സമയത്ത് പാർക്കിംഗിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നുവെങ്കിൽ തീപിടുത്തം ഇത്രയും വലുതാകുമായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശക്തമായ കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മറ്റു വാഹനങ്ങളിലേക്കും തീ പടരുകയായിരുന്നു. പൊട്ടിത്തെറി ഉണ്ടായിരുന്നതിനാൽ സമീപത്തേക്ക് അടുക്കാനും സാധിച്ചിരുന്നില്ല. ഏറെ പണിപ്പെട്ടാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തി തീ അണച്ചത് എന്നാണ് വിവരങ്ങൾ. എന്തായാലും റെയിൽവേ ലൈനിന് മുകളിൽ നിന്ന് ഷീറ്റിട്ട് മൂടിയ ബൈക്കുകൾക്ക് മുകളിലേക്ക് തീ വീണതാണ് അപകട കാരണം എന്ന് പറയപ്പെടുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. ആദ്യം 2 ബൈക്കുകൾക്കാണ് തീ പിടിച്ചത്. നിമിഷങ്ങൾക്കകം തീ പടർന്നു. ബൈക്കുകളുടെ ടാങ്ക് പൊട്ടിത്തെറിച്ച അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയുമായിരുന്നു. പാർക്കിങ്ങിൽ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മല്ലിക എന്ന ജീവനക്കാരി സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: റെയിൽവേ ലൈനിന്റെ മുകളിൽ നിന്ന് ബൈക്കിന് മുകളിലേക്ക് തീ വീഴുകയായിരുന്നു. വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ പുക ഉയർന്ന് തീ ആളിപ്പടരുകയായിരുന്നു. സഹായത്തിനായി ആളുകളെ വിളിച്ചപ്പോഴേക്കും ബൈക്കിന്റെ ടാങ്ക് പൊട്ടിത്തെറിച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പാർക്കിങ്ങിൽ തിരക്ക് കുറഞ്ഞു. അല്ലെങ്കിൽ 1000-ഓളം വണ്ടികൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് വിവരങ്ങൾ. എന്തായാലും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഇപ്പോഴും ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.